ഈ ഒരു പേഷ്യന്റ് നടക്കുന്നത് കണ്ടില്ലേ? അവർക്ക് കാലിന്റെ പാദം പൊക്കി വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ മുട്ട് കുറച്ച് പൊക്കിയിട്ടുള്ള ഒരു ഹൈ സ്റ്റെപ്പിംഗ് ഗേറ്റിലാണ് അവർ നടക്കുന്നത്. ഇങ്ങനെ കാൽപാദം പൊക്കാൻ ബുദ്ധിമുട്ടുള്ള കണ്ടീഷനെയാണ് ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഫുഡ് ഡ്രോപ്പ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ലേഡിക്ക് ഫുഡ് ഡ്രോപ്പ് വന്നിട്ടുള്ളത് ഡിസ്ക് ബൾജ് കൊണ്ട് സയാറ്റിക് നെർവിന് കംപ്രഷൻ വന്നിട്ടാണ്. എല്ലാവർക്കും ഫുഡ് ഡ്രോപ്പ് പ്രസന്റ് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് വേദനയോട് കൂടിയിട്ടുള്ള, അതായത് പെട്ടെന്ന് ഒരു ദിവസം എണീക്കുന്ന സമയത്ത് കാല് മുഴുവനായിട്ടും വേദന വന്നു, കാല് അനക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള ഫുഡ് ഡ്രോപ്പ് വരാം. എന്നാൽ ഈ പേഷ്യന്റിന് വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപേ നടുവേദനയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ അത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കുറച്ച് കുറഞ്ഞു. പിന്നെ സ്ലോലി കാലിന്റെ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഈ പേഷ്യന്റിന് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പറ്റേറ്റീവ് പെരിഫറൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ RPMS എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് ചെയ്യുന്നത് ആ ഫുഡ് ഡ്രോപ്പ് വന്ന ഭാഗത്തെ മസിലുകളെയും ഞരമ്പുകളെയും സ്റ്റിമുലേറ്റ് ചെയ്യാനാണ്. ഈ RPMS ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഇതിന്റെ റൂട്ട് കോസിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റിലാണ് ഇവരുടെ കണ്ടീഷൻ നമ്മൾ ഇംപ്രൂവ് ആക്കി എടുക്കുന്നത്. ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി തന്നെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൃത്യമായ രീതിയിലുള്ള എക്സസൈസും ഇവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്.